ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ദ കേരള സ്റ്റോറി സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരത്തിൽ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. കേരള സ്റ്റോറിക്ക് ലഭിച്ച അംഗീകാരം പുരസ്കാരങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നതെന്നും വിദ്വേഷ പ്രചാരണ സിനിമയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത് ഖേദകരമെന്നും വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഹാൻസ്, ഈ ഒരു പുരസ്കാരം ലഭിച്ച മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിനൊപ്പമാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു വിമർശനം കൂടി ഉയരുന്നത് എന്നുള്ളതാണ്. കേരള സ്റ്റോറി നമുക്കറിയാം, ആ സിനിമ ഇറങ്ങിയ സമയത്തടക്കം വലിയ തരത്തിൽ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും നയിച്ചതാണ്. ആ സിനിമയ്ക്കാണ് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിച്ചത്. അതിൽ എന്താണ് മന്ത്രി വിമർശനമായി പറയുന്നത്? തീർച്ചയായും സ്വാതി, കേരള സ്റ്റോറി സിനിമ റിലീസ് ചെയ്തതിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഇതിന് ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ സിനിമയ്ക്ക് തന്നെ ഇത്തരത്തിൽ രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് അംഗീകാരം ലഭിച്ചത് മറ്റ് പുരസ്കാരങ്ങളുടെ മൂല്യം കുറയ്ക്കുന്നതാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും നിറഞ്ഞ സിനിമയ്ക്ക് പുരസ്കാരം നൽകുന്നത് ഖേദകരമാണ്. കലയോടുള്ള നീതിയല്ലത്, മറിച്ച് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ്. ഇത്തരം പ്രവണതകൾ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് ചേർന്നതല്ലെന്നുമാണ് മന്ത്രി ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. സ്വാതി. ശരി ഹാൻസ്, ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ കേരള സ്റ്റോറി സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരത്തിലാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു വിമർശനം ഉയരുന്നത്.